ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകുന്ന സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ 23 അധ്യായം 17-18 വാക്യങ്ങൾ. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തനിക്ക് നൽകിയ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് താൻ പ്രബോധിപ്പിക്കുകയാണ്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. അതെ, ദൈവമില്ലാത്തവരുടെ വളർച്ച കണ്ട് നമ്മൾ ഒരിക്കലും അസൂയപ്പെടേണ്ടതായ ആവശ്യമില്ല. അവർക്കുള്ള ഭൗതിക നന്മകൾ, ഭൗതിക അനുഗ്രഹങ്ങൾ നമ്മെ നിരാശപ്പെടുത്തേണ്ട ആവശ്യമില്ല. വചനം പറയുന്നു, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, നിന്റെ ഇല്ലായ്മകളുടെ മധ്യത്തിൽ, നിന്റെ നെടുവീർപ്പുകളുടെ മധ്യത്തിൽ, നിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നീ എപ്പോഴും യഹോവ ഭക്തിയോടുകൂടിയിരിക്കുക. നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടായെന്ന് വരാം. എന്തിനു പറയുന്നു? കുടുംബത്തിനകത്തു നിന്നു വരെ ഉണ്ടായെന്ന് വരാം. ദൈവസഭയിൽ നിന്നുണ്ടായെന്ന് വരാം. നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവദാസനിൽ നിന്ന് നിനക്കൊരു കൈപ്പേറിയ അനുഭവം ഉണ്ടായെന്ന് വരാം. പക്ഷേ വചനം പറയുകയാണ്, ഈ സാഹചര്യങ്ങളുടെ എല്ലാം മധ്യത്തിൽ നീ എപ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. യഹോവ ഭക്തിയോടുകൂടി നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നീ നേരിട്ടാൽ, വചനം പറയുന്നു, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. എന്ന് പറഞ്ഞാൽ, നിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ, മാനസിക സംഘർഷങ്ങളുടെ മധ്യത്തിൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുടുംബാംഗങ്ങൾ തന്നെ മാനസികമായി നമ്മളെ ഞെരുക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിലും നീ യഹോവ ഭക്തിയോടുകൂടി ഇരുന്നാൽ നിനക്കൊരു പ്രതിഫലമുണ്ട് കുഞ്ഞെ. നീ പ്രതികരിക്കാതിരുന്നാൽ, നീ അവരോട് കയ്പാകാതിരുന്നാൽ, അവർ ചെയ്യുന്നത് പോലെ തന്നെ നീ തിരിച്ചവരോട് ചെയ്യാതിരുന്നാൽ, കുഞ്ഞെ, നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അതിന് യാതൊരു സംശയവുമില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ആഗ്രഹത്തിന് ദൈവം തമ്പുരാൻ മുടക്കം വരുത്തത്തില്ല. അപ്പോൾ നീ ഒന്നാമത്തെ കാര്യം, പാപികളോട് അസൂയപ്പെടരുത്. അവരുടെ ഉയർച്ച കണ്ടോ, വളർച്ച കണ്ടോ, നന്മ കണ്ടോ, അവരുടെ അനുഗ്രഹം കണ്ടോ ഒരു ദൈവ പൈതൽ അവരോട് അസൂയപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? നിന്റെ എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദൈവ പൈതലായി യഹോവ ഭക്തി കൈവിടാതെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. യോസേപ്പ് തൻ്റെ ദർശനത്തിന് വേണ്ടി ഉറച്ചു നിന്നപ്പോൾ തനിക്കൊരു പ്രതിഫലം ലഭിച്ചു. ദാനിയേല് തനിക്ക് ലഭിച്ച ദർശനത്തിന് വേണ്ടി ഉറച്ചു നിന്നപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ താൻ ഒരു മാനപാത്രമായി മാറി. അങ്ങനെയെങ്കിൽ നിന്റെ അയൽവാസികൾ നിന്നെ കുറ്റപ്പെടുത്തിയാലോ, കൂട്ടുവിശ്വാസികൾ പഴി പറഞ്ഞാലോ, കുടുംബാംഗങ്ങൾ നിന്നെ കുറ്റം പറഞ്ഞാലോ, കുഞ്ഞെ, നീ പ്രതികരിക്കരുത്. ദൈവത്തിന് പ്രതികരിക്കാൻ നീ അവസരം കൊടുക്ക. അങ്ങനെ നീ ഒരു അവസരം കൊടുത്താൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിനക്കൊരു പ്രതിഫലം ഉണ്ടാകുവാനിടയായിത്തീരും. തന്നെയുമല്ല, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു സ്വപ്നം പോലെ നീ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ ആഗ്രഹങ്ങൾക്ക് ഭംഗം വരികയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. നിന്റെ തലമുറയുടെ നല്ല ഭാവിയാണോ നീ സ്വപ്നം കാണുന്നത്? നിന്റെ ജീവിത പങ്കാളിയുടെ ഉയർച്ചയാണോ നീ സ്വപ്നം കാണുന്നത്? നിന്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്കൊരു മാറ്റമുണ്ടാകണമെന്നുള്ള സ്വപ്നമാണോ നിന്നെ ഭരിക്കുന്നത്? നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ
നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക. നിന്റെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി നീ യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടേണ്ടതിന് നീ ഒരു ദൈവ പൈതലായി വിശ്വസ്തയോടെ നിൽക്കുക. ഇതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ചാടിക്കേറി പ്രതികരിക്കരുതേ, ചാടിക്കേറി ആളുകളെ കുറ്റം പറയരുതേ. നീ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയി അവരോട് കൂട്ടി ചോദിക്കാനോ മറുപടി പറയാനോ ഒന്നും പോകരുതേ കുഞ്ഞേ. നീ യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് കരയേണ്ട സാഹചര്യം വന്നാലും അത് ദൈവസന്നിധിയിൽ കരയുക. മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നാലും അത് ദൈവസന്നിധിയിൽ പകരുക. എല്ലായ്പ്പോഴും നീ യഹോവ ഭക്തിയോടുകൂടി ഇരുന്നാൽ നിശ്ചയമായും തമ്പുരാൻ നിനക്കൊരു പ്രതിഫലം തരും. നിന്ദിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കും. കുറ്റം പറയുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്നെ പഴി പറയുന്നവരുടെ നാവ് കൊണ്ട് തന്നെ നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനെന്ന്, ഒരു അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് നിന്നെക്കുറിച്ചും അവരെ കൊണ്ട് തന്നെ തമ്പുരാൻ പറയിക്കും. അപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ നീ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിന്റെ ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ നിനക്ക് സഫലമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾ നിങ്ങളെ ഉറപ്പിക്കുവാൻ കാരണമായി തീരട്ടെ. വീണ്ടും ക്രിസ്തു യേശുവിൽ നമുക്ക് ആശ്രയിക്കാം, വചനത്തെ നമുക്ക് കൂട്ടുപിടിക്കാം, വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.